അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫാദർ മാർസിൻ പകർത്തുന്ന ദേവാലയങ്ങളുടെ ദൃശ്യങ്ങൾ ആസ്വാദകരെ നയിക്കുന്നത് ദൈവത്തെയും സ്വർഗത്തെയും കുറിച്ചുള്ള ധ്യാനത്തിലേക്കാണ്. കേവലം ഒരു ഹോബി എന്നതിനപ്പുറം സുവിശേഷവൽക്കരണത്തിനായി തൻ്റെ ക്യാമറ ചലിപ്പിക്കുന്ന ഫാദർ മാർസിൻ ഗാഡെ ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെ. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ മഹത്വവും നന്മയും ദർശിക്കുവാൻ സാധിക്കുമെന്ന് പോളണ്ട് സ്വദേശിയായ ഫാദർ മാർസിൻ പറയുന്നു. അത് തിരിച്ചറിയണമെങ്കിൽ നാം നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ച് പ്രകൃതിയെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. പ്രകൃതിയിലെ പല ദൃശ്യങ്ങളും കാണുമ്പോൾ ക്യാമറ ക്ലിക്കിനായി ദൈവം കാത്തിരിക്കുന്നത് പോലെയാണ് തനിക്ക് അനുഭവപ്പെടാറുള്ളതെന്ന് ഫാദർ മാർസിൻ കൂട്ടിച്ചേർക്കുന്നു. വളരെ അവിചാരിതമായാണ് സെമിനാരി പഠനകാലത്ത് ഫാദർ മാർസിൻ ഫോട്ടോഗ്രഫി രംഗത്തേക്ക് കടന്നു വരുന്നത്. ആദ്യം പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങിയ മാർസിൻ പിന്നീട് ദേവാലയങ്ങളുടെയും വഴിയിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും കുരിശടികളുടെയും ചിത്രങ്ങൾ പകർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളാണല്ലോ ദേവാലയങ്ങൾ. സ്വർഗത്തിലെ ദേവാലയങ്ങൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ് അദ്ദേഹം തൻ്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫോട്ടോയ്ക്കുമൊപ്പം ആ ദേവാലയത്തെക്കുറിച്ചും പ്രദേശത്തെക്കുറിച്ചുമുള്ള ലഘു വിവരണവും ചരിത്രവും ദൈവവചനവുമെല്ലാം അദ്ദേഹം ഉൾപ്പെടുത്താറുണ്ട്. അത്ഭുതകരമായ സ്വർഗീയ അനുഭൂതി സമ്മാനിക്കുന്ന ഫാദർ മാർസിൻ്റെ ചിത്രങ്ങൾ ഇന്ന് അനേകരെ ദൈവസാന്നിധ്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു.